നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് എന്താണ് എക്സലിലെ സോർട്ട് എന്നതിനെക്കുറിച്ചാണ്. ഇനി അവിടുന്ന് തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡാറ്റ എന്ന ഭാഗത്തുള്ള സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന ടൂൾ ബോക്സിലുള്ള ഫിൽട്ടർ എന്ന ഭാഗത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ചെറിയൊരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് നെയിം എന്ന് കൊടുത്തു, ABCDEFGHI. ഓക്കെ, അങ്ങനെ നമ്മൾ കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്തു. ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ജെൻഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിലാണോ ഫീമെയിലാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജെൻഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജെൻഡർ എന്ന് ചേർത്തു. അത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എഴുതുന്നത്. മെയിലും ഉണ്ട്, അതേപോലെ തന്നെ ഫീമെയിലും ഉണ്ട്. ആദ്യം ഞാനിവിടെ വന്ന് മെയിൽ എന്ന് എഴുതി, അതേപോലെ തന്നെ ഫീമെയിൽ എന്നും ചേർത്തു. അപ്പോൾ അത് രണ്ടും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എഡിയിൽ ഫീമെയിലും എഡിയിൽ മെയിലും ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഏജും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് എത്ര ഏജാണ് വരുന്നത് എന്നുള്ളത് ഡിഫറെൻറ്റ് റാൻഡമായിട്ട് കുറച്ച് ഞാൻ ഏജുകളും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടി. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഫിൽറ്ററിംഗ് ആണ് നോക്കുന്നത്. എക്സലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതൽ നമുക്ക് എക്സലിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് ഫിൽറ്റർ. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഡാറ്റാസ് നമുക്ക് വേണ്ട കാര്യം മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ഹരിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഫിൽറ്ററിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഫിൽറ്ററിങ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹെഡിങ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഹെഡിങ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഹെഡിങ് സെലക്ട് ചെയ്ത് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു ആരോ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇതിൽ ഏത് ഭാഗത്തുള്ള ഡാറ്റയാണോ നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ടത് ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിതിന്ന് ജെൻഡർ എന്ന ഭാഗത്തു നിന്ന് മെയിലിനെ മാത്രമായിട്ട് തിരഞ്ഞെടുക്കണം. അതായത് ഈ കൂട്ടം ഡാറ്റാസ് നിന്ന് മെയിൽ എന്ന സ്റ്റുഡൻസിനെ മാത്രമായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റിൽ കാണിച്ചു തരും. അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. മെയിലുണ്ട്, ഫീമെയിലുണ്ട്. ഇത് നമുക്ക് മെയിലിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതിയെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫീമെയിൽ എന്നുള്ളത് അൺടിക്ക് ചെയ്ത് ഓക്കെ അമർത്തിയാൽ ഇതിൽ മെയിലിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് വരും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫീമെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ മെയിൽ എന്ന് അൺടിക്ക് ചെയ്തതിന് ശേഷം ഫീമെയിലിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ ഫീമെയിലിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് വരും. ഇനി അതെല്ലാം ഈ ഹൈഡ് ചെയ്ത് വെച്ചതൊക്കെ നമുക്കത് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിയറിൽ ക്ലിക്ക് ചെയ്താൽ അതെല്ലാം തിരിച്ചു വരികയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിൽറ്ററിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം ഫിൽറ്റർ ചെയ്ത് വെച്ചാൽ നമുക്കത് വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നേരത്തെ നമ്മൾ ഈ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന ഈ ആരോസുകളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഫിൽറ്ററിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ആ ആരോകളെല്ലാം ഇവിടുന്ന് ഒഴിവാകുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടുന്ന് വീണ്ടും ഫിൽറ്റർ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇവിടുന്ന് മെയിൽ എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമായിട്ട് വെച്ചു, ഫീമെയിൽ എന്നുള്ളത് അൺടിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ മെയിലിൻ്റെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് വരും. അപ്പോൾ അതായത് നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് മെയിൽ എന്ന ഡീറ്റെയിൽസ് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫിൽറ്റർ ചെയ്തു. ഇനി വീണ്ടും ഫീമെയിൽ എന്നുള്ള ഡാറ്റാസ് മാത്രമായിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്തു. വീണ്ടും നമ്മളിതിലേക്ക് ഒരു ഫീമെയിലിൻ്റെ ഡാറ്റാസ് കൊടുത്തു. ഓൾറെഡി നമ്മൾ ഇവിടുന്ന് ഫീമെയിലിൻ്റെ ഡാറ്റാസ് ഇവിടുന്ന് ഒഴിവാക്കിയതാണ്. വീണ്ടും നമ്മൾ ഫീമെയിലിൻ്റെ ഡീറ്റെയിൽസ് ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ആ ഡാറ്റ കൂടി നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റീ അപ്ലൈയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി ഫിൽറ്റർ ചെയ്ത ഡാറ്റാസുകളൊക്കെ എന്ത് ചെയ്യും, നേരത്തെ എന്താണോ ഫിൽറ്റർ ചെയ്തത് അത് വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യും, ഇതൊന്ന് ഫിൽറ്റർ ചെയ്യും. ക്ലിയർ എന്ന് പറഞ്ഞാൽ എല്ലാം തിരിച്ചു വരാനും, അതേപോലെ ഇതിൻ്റെ മുകളിലുള്ള ഈ ഫിൽറ്ററിൻ്റെ സിമ്പിൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻസ്ഡ്. അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു പ്രത്യേക കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷൻ അടിസ്ഥാനത്തിൽ നമുക്കിതിന്ന് വാല്യൂസ് ഫൈൻഡ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കിതിൽ എന്ത് ചെയ്യണം, 50 വേണ്ട, ഒരു 40 വയസ്സിൻ്റെ മുകളിൽ ഏജ് വരുന്ന പോലെ മാത്രമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഏജ് ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഏജ് എന്ന് എഴുതി, ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ത് ചെയ്തു, 40 എന്ന് ചേർത്ത് കൊടുത്തു. 40ൻ്റെ മുകളിലുള്ള ഡാറ്റാസാണ് നമുക്കിന്ന് ഫിൽറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 40 എന്ന് ചേർത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്ന് അഡ്വാൻസ്ഡ് പോവുക, കോപ്പി ടു അനദർ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ലിസ്റ്റ് ഓഫ് റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത കണ്ടീഷൻ സെലക്ട് ചെയ്യുക. കോപ്പി ടു എന്നുള്ളിടത്ത് എവിടെയാണോ നമ്മൾ ആ ഡാറ്റ ടൈപ്പ് ചെയ്തിരുന്നത് ആ ഡാറ്റ എവിടെയാണോ നമുക്ക് ഈ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന്
ഓക്കെയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ഫിൽട്ടർ ചെയ്ത ഡാറ്റ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇവിടുന്ന്, അതായത് നമ്മൾ ആ കൊടുത്ത കണ്ടീഷൻ അടിസ്ഥാനത്തിലുള്ള ഡാറ്റ മാത്രമായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതായത് 40 വയസ്സിൻ്റെ മുകളിലുള്ള ഡാറ്റ മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി 40 വയസ്സിൻ്റെ താഴെയുള്ളവരെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്യുക, ഏജ് എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ വന്ന് ഗ്രേറ്റർ ദാൻ ഇട്ടതിന് പകരം ഇതിൽ ലെസ് ദാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് 40 എന്ന് ചേർത്ത് കൊടുത്തു. ദെൻ വീണ്ടും അഡ്വാൻസ്ഡ് പോവുക, കോപ്പി ടു അനദർ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ലിസ്റ്റ് ഓഫ് റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത ലിസ്റ്റ് സെലക്ട് ചെയ്യുക. ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത കണ്ടീഷനെ സെലക്ട് ചെയ്യുക. നേരത്തെ ഈ കണ്ടീഷനായിരുന്നു, ഇപ്പോൾ ഈ കണ്ടീഷൻ സെലക്ട് ചെയ്യാം. അതേപോലെ കോപ്പി ടു എന്നുള്ളിടത്ത് എവിടെ നമുക്ക് ഈ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ആ ഭാഗവും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ അമർത്തിയാൽ നോക്കൂ 40 വയസ്സിൻ്റെ താഴെയുള്ളവരെയും നമുക്ക് ഇവിടുന്ന് കണ്ടെത്തും. അപ്പം അങ്ങനെ നമുക്ക് കൂട്ടത്തിൽ നിന്ന് വേണ്ട ഡാറ്റ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാനാണ്, അല്ലെങ്കിൽ കണ്ടെത്താൻ ഒരു കണ്ടീഷൻ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ്ഡ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക, അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി മനസ്സിലാവും. നിങ്ങൾ ഇതുപോലൊരു ഡാറ്റ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണ് ഒന്നുകൂടി നല്ലത്. ഓക്കെ, ഇനി അടുത്തത് തന്നെയാണ് ടെക്സ്റ്റ് ടു കോളം. ഇതൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ടെക്സ്റ്റ് ടു കോളം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇൻ്റർവ്യൂവിലൊക്കെ അല്ലെങ്കിൽ മെഷീൻ ടെസ്റ്റിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിവിടെ വന്ന് കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. മനു മോഹൻ, അതേപോലെ തന്നെ അനിൽ കുമാർ, ഓക്കെ, അനിൽ കുമാർ, അതേപോലെ തന്നെ അഞ്ജു മോൾ, വിനോദ്, MS, അജിത്ത് കുമാർ. അങ്ങനെ കുറച്ച് പേരുകൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഇതിൽ ഫസ്റ്റ് നെയിമും അതേപോലെ തന്നെ സെക്കൻഡ് നെയിമും നമുക്ക് എന്ത് ചെയ്യണം, 2 കോളത്തിലേക്ക് ആകണം. അതായത് ഫസ്റ്റ് നെയിം ഒരു കോളത്തിലും സെക്കൻഡ് നെയിം അടുത്ത കോളത്തിലുമായിട്ട് വരണം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ആ ടൈപ്പ് ചെയ്ത ഡാറ്റ മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ടു കോളത്തിൽ പോവുക. എന്നിട്ട് ഇവിടെ വന്ന് നെക്സ്റ്റ് അമർത്തുക. അപ്പോൾ ഇത് എന്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ 2 ഭാഗമാക്കേണ്ടതെന്ന് ചോദിക്കേണ്ടത്. നമ്മളിവിടെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്പേസിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 ഭാഗമാക്കേണ്ടത്. ഇനി നമുക്ക് സെമി കോളത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, കോമക്ക് അടിസ്ഥാനത്തിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി ഇതിലൊന്നും അല്ലാത്ത നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും അക്ഷരങ്ങൾക്കൊക്കെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്പേസ് ആണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ഫിനിഷിൽ ക്ലിക്ക് ചെയ്താൽ നോക്കൂ, ഫസ്റ്റ് നെയിം ഒരു കോളത്തിലും സെക്കൻഡ് നെയിം അടുത്ത കോളത്തിലുമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു കോളത്തിലുള്ള ഡാറ്റാസിനെ നമുക്ക് ഡിഫറെൻറ്റ് കോളത്തിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ 2 ഭാഗമാക്കി മാറ്റാനാണ് ടെക്സ്റ്റ് ടു കോളം യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്ലാഷ് ഫില്ല്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഒറ്റ കോളത്തിലുള്ള ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് 2 കോളത്തിലേക്കാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 2 കോളത്തിലുള്ള ഡാറ്റാസിനെ നമുക്ക് ഒറ്റ കോളത്തിലേക്കാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പേര് മാത്രമായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാം. മനുമോഹൻ എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ജസ്റ്റ് ഫ്ലാഷ് ഫില്ലിൽ ഇവിടെ വന്ന് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഫ്ലാഷ് ഫില്ലിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ 2 കോളത്തിലുള്ള ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒറ്റ കോളത്തിലേക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് ടു കോളം എന്ന് പറഞ്ഞാൽ ഒറ്റ കോളത്തിലുള്ള ഡാറ്റാസിന് നമുക്ക് 2 കോളത്തിലേക്കാക്കി മാറ്റാനും, ഫ്ലാഷ് ഫില്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 കോളത്തിലുള്ള ഡാറ്റാസിനെ നമുക്ക് സിംഗിൾ കോളത്തിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാനും. ഫ്ലാഷ് ഫില്ലിന് ഇത് മാത്രമല്ല ഉപയോഗം, ഇനിയും കുറേ ഉപയോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തുടർന്നൊരു ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ടു കോളത്തിന് ബേസ് ചെയ്തിട്ട് ഞാൻ ഫ്ലാഷ് ഫില്ല് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നതാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നൊരു ടൂളാണ്. ഒരേപോലെ വരുന്ന അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സുകളൊക്കെ ഇതിന്ന് ഒഴിവാക്കാനാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് നമ്പേഴ്സുകൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപോലുള്ള നമ്പേഴ്സുകളൊക്കെ ഇതൊന്ന് റിമൂവ് ചെയ്യാനാണ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഓക്കെ അമർത്തിയാൽ ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന, അതായത് ഒരുപോലെ വരുന്ന വാല്യൂസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നമ്മൾ സമയം സംസാരിച്ചത് എക്സലിൽ കൂടുതലായിട്ടും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടൂളുകളാണ്. അത് നമ്മൾ ഡാറ്റ എന്ന ടാബിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഇനിയും ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തുടർന്നുള്ളൊരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഞങ്ങളുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.